1971 പാർലമെന്റ് ഇലക്ഷൻ. അന്നും പാലക്കാടാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സഖാവ് AK ജി ആയിരുന്നു. പാവങ്ങളുടെ പടത്തലവനെന്നറിയപ്പെടുന്ന സാക്ഷാൽ AK ജി. AK ജിയെ തോൽപ്പിക്കാനും ഇതേ സഖ്യം പാലക്കാടുണ്ടായി. ഇത്തവണ മത്സരിച്ചത് RSSകാരനാണ്. RSSന്റെ ജില്ലാ കാര്യവാഹകായിരുന്ന പ്രൊഫസർ TC ഗോവിന്ദൻ കോൺഗ്രസ് പിന്തുണച്ചു. പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി RSS പിന്തുണച്ചു. പാലക്കാട്ട് RSSകാരനെ കോൺഗ്രസ് പിന്തുണച്ചു. ജനസംഘവും കോൺഗ്രസും കൈകോർത്തു. സംയുക്ത സ്ഥാനാർത്ഥി. ആ കോൺഗ്രസിനോടൊപ്പം ലീഗും ഉണ്ടായിരുന്നു, മറക്കണ്ട. അങ്ങനെ കോൺഗ്രസും ലീഗും ജനസംഘവും എല്ലാം ചേർന്ന് AK ജിക്കെതിരെ മത്സരിച്ചു. പക്ഷെ അവിടെയും പ്രബുദ്ധരായ ജനങ്ങൾ വർഗീയ വലതുപക്ഷ അവിശുദ്ധ കൂട്ടുകെട്ടിനെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. AK ജിയെ വിജയിപ്പിച്ചു. അതിന്റെ തുടർച്ചയിലാണ് പിന്നീട് 91 ബേപ്പൂരും വടകരയും കോൺഗ്രസും ലീഗും BJP, അപ്പോഴേക്ക് ജനസംഘം BJP ആയി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് കോലീബി സഖ്യം ഉണ്ടാവുന്നത്. നമുക്കറിയാം, സഖാവ് TK ഹംസക്കെതിരായി ബേപ്പൂരിന്റെ മണ്ണിൽ RSS സ്വയം സേവകനായിരുന്ന ഡോക്ടർ മാധവൻകുട്ടിയാണ് മത്സരിച്ചത്. മാധവൻകുട്ടിയല്ല, ഇത് പാണക്കാട്ടെ കുട്ടിയാണെന്ന് ലീഗുകാർ പ്രചരിപ്പിച്ചത് ആ കാലത്തായിരുന്നു. വടകരയിൽ KP ഉണ്ണികൃഷ്ണനെതിരായി അഡ്വക്കേറ്റ് M രത്നസിംഗ് എന്ന RSSന്റെ നേതാവിനെ മത്സരിപ്പിച്ചു. ഇതെല്ലാം കേരളത്തിന്റെ മുമ്പിലുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും RSSുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയെ കുറിച്ചല്ല, BJPയുമായി ഉണ്ടാക്കിയ നീക്കുപോക്കുകളെ കുറിച്ചല്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നേരം വിളിക്കുന്നത് വരെ പറയാനുണ്ട്. അതിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. പകരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KG മാരാർ എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ആത്മകഥയിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ രഹസ്യമായ കൂട്ടുകെട്ടുകളെ കുറിച്ച്, ധാരണയെക്കുറിച്ച് ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു അധ്യായത്തിന്റെ പേര് പാഴായ പരീക്ഷണം എന്നാണ്. പാഴായ പരീക്ഷണം എന്ന് വെച്ചാൽ ജയിച്ചില്ല, എവിടെയും ജയിക്കാൻ കഴിഞ്ഞില്ല. കേരളീയർ മതനിരപേക്ഷവാദികൾ ഈ പരീക്ഷണത്തെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. അത് രഹസ്യധാരണ വേറെ. പരസ്യമായ കൂട്ടുകെട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. ഈ തിരഞ്ഞെടുപ്പിലും RSSുമായുള്ള നീക്കുപോക്ക് വളരെ സജീവവും ശക്തവുമായി നിലനിൽക്കുക. അതിന് പറ്റിയ നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്.